ആൻഡ്രോയിഡിൽ നമുക്ക് പല മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വരുന്നതുകൊണ്ട് തന്നെ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു ആൻഡ്രോയിഡ് ഫോൺ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന പിക്സലിനെ പറ്റിയായിരിക്കും. പക്ഷെ ഒരു പവർ യൂസർ അല്ലെങ്കിൽ ഒരു ഹെവി യൂസർ ആണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് ഗാലക്സി നോട്ട് സീരീസ് ആയിരിക്കും. സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് സീരീസ്. അതും ഈ വർഷത്തെ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഗാലക്സി നോട്ട് ഫോൺ എന്ന് പറയുന്നതാണ് ഗാലക്സി നോട്ട് 20 അൾട്ര. നമുക്ക് ഇന്ത്യയിൽ ഇറങ്ങുന്ന മിക്ക സാംസങ് ഫോൺസിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഈ ഗാലക്സി നോട്ട് 20 അൾട്രയിലും ഉണ്ട്. അതായത് ഇതിൽ ഉപയോഗിച്ചിരുന്ന പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് അല്ല, അതിന് പകരം എക്സിനോസ് 990 ആണ്. അപ്പോൾ നമുക്ക് ഈ നോട്ട് 20 അൾട്രയ്ക്കകത്ത് ഈ എക്സിനോസ് 990 വന്നുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കുഴപ്പമായിട്ട് വരുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ പറയുവാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫോൺ വേഗം തന്നെ ചൂടാവുന്നുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു നോർമൽ ടാസ്ക് ചെയ്താൽ പോലും ഫോൺ ചൂടാവുന്ന ഒരു പ്രശ്നം കണ്ടായിരുന്നു. രണ്ടാമത്തെന്ന് പറയുന്നത് ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ് കുറച്ച് മോശമായിരുന്നു. അതും ഈ രണ്ട് കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം ഈ ഫോണിനകത്ത് ബെസ്റ്റാണ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് പ്രൊസറിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും പെർഫോമൻസിനകത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ലാഗ് ഒന്നും ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടില്ല. പിന്നെ ഇതിനകത്ത് റാം 12GB ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാം മാനേജ്മെൻറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഗെയിംസ് ഒക്കെ ഓപ്പൺ ആവുന്ന സ്പീഡും അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം ഹെവി ആയ ആപ്പ് ആണെങ്കിൽ പോലും വർക്ക് ചെയ്യുന്നതിനകത്തൊന്നും പ്രശ്നങ്ങൾ കണ്ടതുമില്ലായിരുന്നു. പക്ഷെ നമുക്ക് എന്നാലും ഈ ഇന്ത്യയിൽ ഇറങ്ങുന്ന സാംസങ് ഗാലക്സി നോട്ട് 20 അൾട്രയുടെ പ്രൈസിങ് ഒരുപാട് കൂടുതലാണ്. അതൊന്നും ഇപ്പോഴത്തെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ പ്രൈസിംഗ് ആണ് പറയുന്നത്. അത് 1,04,999 ഇന്ത്യൻ റുപ്പീസ് ആണ്. നമുക്ക് ഇതിനകത്ത് ചില ബാങ്ക് ഓഫേഴ്സും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്തെ പ്രൈസ് കുറഞ്ഞു വരും. പക്ഷേ എന്നാലും ഒഫീഷ്യൽ പ്രൈസിംഗ് ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ഈ ഫോണിനകത്ത് സ്നാപ്ഡ്രാഗൻ്റെ പ്രൊസസ്സർ വരുന്നൊരു വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ അതായിരുന്നു നമുക്ക് ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ ഈ പ്രൈസിംഗ് ആണെങ്കിൽ പോലും ഈ ഫോൺ ഏറ്റവും ബെസ്റ്റ് ഫോണിലൊന്നായിരുന്നു തന്നെ. അപ്പോൾ ഞാൻ ഈ ഫോൺ ബെസ്റ്റ് ഫോണാണ് എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ട് പ്രശ്നങ്ങൾ ഒഴിച്ച്, ഈ പ്രൊസറിൽ നിന്ന് വരുന്ന ഈ രണ്ട് പ്രശ്നങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് തന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റിയാണ്. ഫോൺസിൽ വരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഡിസ്പ്ലേയിൽ ഒന്നാണിത്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് 6.9 ഇഞ്ചാണ്. അതും ഇതൊരു ക്വാഡ് HD ഡിസ്പ്ലേ ആണ്. അത് മാത്രമല്ല ഇതൊരു AMOLED പാനലും കൂടിയാണ്. അതും സാംസങ്ങിൻ്റെ AMOLED പാനൽ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് എപ്പോഴും. അതും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 120 Hz ആണ്. ഇപ്പോൾ ഈ ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് ബെസൽസ് ഒട്ടുമില്ല. പിന്നെ നമുക്കൊരു ഹോൾ പഞ്ച് ക്യാമറയാണ് വരുന്നത്. അതും ഈ സൈഡ് കർവ്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിലും ബെസൽ ഇല്ലാത്ത കണക്ക് തോന്നും. ഇപ്പോൾ ഈ കർവ് ഡിസ്പ്ലേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ ഡിസ്പ്ലേ ഇങ്ങനെ കർവ്ഡ് ആയിട്ട് ഇരുന്നിട്ട് പോലും നമുക്ക് സൈഡിൽ നിന്ന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ടച്ച് ചെയ്യാത്ത റെസ്പോൺസ് ഒന്നും വന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് നല്ലോണം തന്നെയാണ് വർക്ക് ആവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിലും കംപ്ലയിൻറ്റ് പറയാൻ പറ്റാത്ത ക്വാളിറ്റിയാണ്. അതായത് നമുക്ക് വ്യൂയിങ് ആംഗിൾസ് എല്ലാം ബെസ്റ്റാണ്. ഡിസ്പ്ലേ ഏറ്റവും നല്ലോണം തന്നെ ബ്രൈറ്റ് ആവുന്നുണ്ട്. അത് കൂടാതെ തന്നെ കളേഴ്സ് നോക്കുവാണെങ്കിൽ ഏറ്റവും ഷാർപ്പുമാണ്, പെർഫെക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് സാംസങ് ഇപ്പോൾ ഇറക്കുന്ന ഈ ക്വാഡ് HD പാനലിനകത്ത് 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഓൺ ചെയ്തിടാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾ 120 Hz ഓൺ ചെയ്തിടുവാണെങ്കിൽ നമുക്ക് ക്വാഡ് HD സെറ്റിംഗ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം 1080pയിലാണ് റെസൊല്യൂഷൻ നിൽക്കുന്നത്. അപ്പോൾ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ സൈസ് 6.9 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് തന്നെ നമുക്കിങ്ങനെ റെസൊല്യൂഷനകത്ത് 1080p അല്ലെങ്കിൽ ക്വാഡ് HDക്കകത്ത് നമുക്ക് അങ്ങനെ വലിയ വ്യത്യാസം അറിയാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ 120 Hz ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് ഓൺ ചെയ്തിട്ടത്. അപ്പോൾ അത് ഓൺ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഡിസ്പ്ലേയുടെ എല്ലാ ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ അത് കൂടാതെ ഇത് ഗാലക്സി നോട്ട് സീരീസ് ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് S Pen വരുന്നുണ്ട്. അത് നമുക്ക് ഈ വട്ടം ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഈ S Penൻ്റെ ലേറ്റൻസി എന്ന് പറയുന്നത് 9 millisecond ആണ്. അതായത് ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ലാഗ് ഇല്ലാതെയാണ് നമ്മൾ S Pen വർക്ക് ആവുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും എഴുതാൻ നേരത്തോ അല്ലെങ്കിൽ വരയ്ക്കാൻ നേരത്ത് തന്നെ നമുക്ക് അതിനകത്ത് ഒരു ലാഗ് അനുഭവപ്പെടത്തില്ല. നമുക്ക് പണ്ട് എങ്ങനെയാണോ നോട്ട് സീരീസിനകത്ത് ആ S Penൻ്റെ എക്സ്പീരിയൻസ് വന്ന് അതിനെക്കാട്ടി ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പണ്ടത്തെ നോട്ട് സീരീസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ നോട്ട് 20 അൾട്രയ്ക്കകത്ത് ഈ S Penൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഡിസ്പ്ലേ ഇത്രയും പെർഫെക്റ്റ് ആണ്. അത് കൂടാതെ തന്നെ ഈ S Pen നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. അത് നമുക്ക് ഈ ഡിസ്പ്ലേയുടെ കൂടെ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ്. നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ഒന്നുമില്ല. പക്ഷേ നമുക്ക് സ്പീക്കേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ഡ്യുവൽ സ്പീക്കേഴ്സാണ് വരുന്നത്. ഈ താഴെ കാണുന്നതും APS സ്പീക്കറാണ്. അതും എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഉപയോഗിച്ച ഫോൺസിനകത്ത് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ട സ്പീക്കർ സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ നല്ലോണം തന്നെ ലൗഡ് ആവുന്നുണ്ട്. അപ്പോൾ ലൗഡ്നെസ് കാരണമല്ല ഞാൻ അത് പറഞ്ഞത്, പക്ഷേ ക്വാളിറ്റിയുടെ കാര്യം കൊണ്ടാണ്. നല്ല ബേസും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ക്ലാരിറ്റി ഉള്ള സ്പീക്കേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മീഡിയ കാണുന്ന സമയത്ത്, നമ്മളിപ്പോൾ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് നല്ലോണം തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്പീക്കർ സിസ്റ്റമാണ്. അപ്പോൾ ഈ സ്പീക്കറും ഈ ഡിസ്പ്ലേയും കൂടെ ഒരുമിച്ച് ഇത്രയും നല്ലോണം വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഒരു മീഡിയ ഫോൺ തന്നെയാണ് ഈ ഗാലക്സി നോട്ട് 20 അൾട്ര. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് പോരായ്മ ഒഴിച്ച് ബാക്കി നോക്കി ഈ മൂന്ന് കാര്യങ്ങളും ഏറ്റവും നല്ലോണം തന്നെയാണ് ഈ ഫോണിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വന്നേക്കുന്ന വേറൊരു കാര്യം കൂടി ഈ ഫോണിനകത്തുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ക്യാമറ സിസ്റ്റമാണ്. പ്രത്യേകിച്ചും ഈ ബാക്കിലത്തെ ക്യാമറ. അത് ഈ ബാക്ക് ക്യാമറയുടെ ഈ മോഡ്യൂൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ റെക്ടാങ്കിൾ പോർഷനകത്താണ് ഈ ക്യാമറ വരുന്നത്. അതും ഇത് ഒരുപാട് പുറത്തേക്ക് നിൽക്കുകയാണ്. അപ്പോൾ അതിന് കാരണം രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മെയിൻ ക്യാമറയാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ മെയിൻ ക്യാമറ ഒരു 108 മെഗാപിക്സൽ ക്യാമറയാണ്. അപ്പോൾ അതൊരു വലിയ സെൻസറാണ്. അത് മാത്രമല്ല സാംസങ്ങിനകത്ത് ഈ വർഷം വന്നത്, നമുക്ക് ഈ വർഷം ഇറക്കിയ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണിനകത്തെല്ലാം ഇങ്ങനത്തെ വലിയൊരു ക്യാമറ സെൻസറാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിനകത്ത് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഫോക്കസിങ് ഇഷ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ നോട്ട് 20 അൾട്രയ്ക്കകത്ത് സാംസങ് ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഈ 108 മെഗാ പിക്സൽ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഫോട്ടോസാണ്. നല്ല ഷാർപ്നെസ് ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്, അത് മാത്രമല്ല ഡൈനാമിക് റേഞ്ച് ഒക്കെ ഏറ്റവും പെർഫെക്റ്റ് ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് 108 മെഗാ പിക്സൽ ഫോട്ടോസ് അല്ല വരുന്നത്, അതിന് പകരം പിക്സൽ ബെൻഡിങ് ചെയ്തിട്ട് 12 മെഗാ പിക്സൽ ഫോട്ടോസാണ് നമുക്ക് കിട്ടുന്നത്. അതും ഈ ക്യാമറ എടുക്കുന്ന ഫോട്ടോസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫോട്ടോസാണ്. അതായത് നമ്മളിപ്പോൾ ഏത് ലൈറ്റിങ്ങിൽ എടുത്താലും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് വരുന്നത്. ഇനി അടുത്ത കാരണം, അതായത് ഈ മോഡ്യൂൾ ഇത്രയും പുറത്തേക്ക് നിൽക്കാനുള്ള അടുത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നേക്കുന്ന ടെലിഫോട്ടോ ക്യാമറയാണ്, അതായത് സൂം ക്യാമറ. ഇവിടെ വന്നിരിക്കുന്ന ഈ ടെലിഫോട്ടോ ക്യാമറ ഒരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അതും ഈ ക്യാമറ ഉപയോഗിക്കുന്ന സൂം സിസ്റ്റം പെരിസ്കോപ്പിക് സൂമാണ്. ഈ പെരിസ്കോപ്പിക് സൂം വെച്ച് നമുക്കിവിടെ 50x സൂം കിട്ടുന്നുണ്ട്. 50x എന്ന് പറയുന്നത് ഡിജിറ്റൽ സൂമാണ്. നമുക്ക് ഒപ്റ്റിക്കൽ സൂം വരുന്നത് 5x വരെ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മളൊരു 20x വരെ സൂം ചെയ്തെടുത്താലും നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ക്യാമറയ്ക്കകത്ത് നമ്മൾ ലൈറ്റ് ഒരു വലിയ കാര്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് ലൈറ്റ് ഉള്ള സിറ്റുവേഷനിൽ മാത്രം ഈ ക്യാമറ ഉപയോഗിച്ചാലേ നല്ല ക്വാളിറ്റിയിൽ ഫോട്ടോ വരൂ. പക്ഷേ എന്നാലും നമുക്ക് ഇങ്ങനത്തെ ഒരു ടെലിഫോട്ടോ ക്യാമറ എന്നും ഒരു അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ അവസാനത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാമറ അതൊരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. പക്ഷേ ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുള്ള ക്യാമറയൊന്നുമല്ല. ഇപ്പോൾ നമുക്കുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനകത്ത് എങ്ങനത്തെയാണോ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അതുപോലെ തന്നെയാണ് വരുന്നത്. അതായത് സൈഡിനകത്തൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ നല്ല ലൈറ്റിങ്ങിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസും കിട്ടും. അപ്പോൾ ഇതാണ് ഈ ബാക്ക് ക്യാമറ സിസ്റ്റം. പിന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, ഈ ബാക്ക് ക്യാമറ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഈ 108 മെഗാ പിക്സൽ ക്യാമറയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സാംസങ്ങിനകത്ത് ഫോക്കസിങ് ഇഷ്യൂ ഒക്കെ വന്നായിരുന്നു. പക്ഷേ അത് ഈ നോട്ട് 20 അൾട്രയ്ക്കകത്ത് ഒരു മാറ്റിയത് ഒരു ലേസർ ഫോക്കസിങ് സിസ്റ്റം ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫോക്കസിങ് ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ആ കാരണത്താൽ നമ്മൾ വീഡിയോ എടുക്കാൻ നേരത്തും വീഡിയോയ്ക്കകത്തും അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 4K 60 FPS വീഡിയോ എടുക്കുവാണെങ്കിൽ ഈ ക്യാമറ വെച്ച് 4K 60 FPS എടുക്കുന്നത് ഞാൻ എടുത്ത് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 8K 24 FPS വരെ എടുക്കാൻ പറ്റും. പക്ഷേ അത് നോക്കണ്ട, അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ക്വാളിറ്റി അല്ല. അത് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിലും നമ്മൾ സ്റ്റേബിളായിട്ട് പിടിച്ചില്ലെങ്കിൽ ഗുണമൊന്നുമില്ല. പക്ഷേ നമ്മൾ 4K എടുക്കാൻ നേരത്ത് വീഡിയോ ക്വാളിറ്റി ഏതാണ്ട് iPhone 11 Pro സീരീസിനൊപ്പം നിൽക്കുന്ന രീതി തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിൻ്റെ ക്യാമറ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബാക്ക് ക്യാമറ, കാരണം ഫ്രണ്ട് ക്യാമറയിലേക്ക് വരാൻ നേരത്ത് ഫ്രണ്ട് ക്യാമറ ഒരു 10 മെഗാ പിക്സൽ ക്യാമറയാണ്. അതും എനിക്ക് തോന്നുന്നു ഈ സെൻസർ നല്ലൊരു സെൻസർ തന്നെയാണ്. പക്ഷേ സാംസങ്ങിൻ്റെ പ്രോസസ്സിങ് വളരെ മോശമാണ്. അതായത് നമ്മൾ സ്കിൻ ടോൺ നോക്കുവാണെങ്കിൽ പല ഫോട്ടോസിനകത്തും പല സ്കിൻ ടോണാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എൻ്റെ ക്യാമറയുടെ കാര്യം മൊത്തത്തിൽ പറയാൻ നേരത്ത്, പ്രത്യേകിച്ചും ബാക്ക് ക്യാമറയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഏറ്റവും നല്ലൊരു സെല്ലിംഗ് പോയിന്റ് തന്നെയാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോൺ നമ്മൾ ഇത്രയും കണ്ട കാര്യത്തിനകത്ത് ഇത്ര നമുക്ക് ഇഷ്ടപ്പെട്ടോ അതിനെക്കാട്ടി ഇഷ്ടപ്പെടുന്ന വേറെ കാര്യമുണ്ട്. അത് ശരിക്കും ആദ്യം പറയേണ്ട കാര്യമായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ഫോൺ ആദ്യം തന്നെ എടുക്കുമ്പോൾ കിട്ടുന്ന കാര്യം, അതായത് ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും. എനിക്ക് തോന്നുന്നു ഈ വർഷം ഇറങ്ങിയതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും വരുന്നൊരു ഫോണാണ് ഈ സാംസങ് ഗാലക്സി നോട്ട് 20 അൾട്ര. ഏറ്റവും പെർഫെക്ഷനോട് കൂടി ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ എന്ന് വേണം പറയാൻ. അതായത് ഇതിനകത്തുള്ള മെറ്റലും ഗ്ലാസും ഒക്കെ ജോയിൻ ആവുന്ന നോക്കിയാലോ അല്ലെങ്കിൽ നമ്മൾ ഫോണിൻ്റെ മൊത്തത്തിൽ നമ്മൾ എടുത്ത് പിടിക്കാൻ നേരത്ത് തന്നെ ആ ബിൽഡ് ക്വാളിറ്റിയുടെ പെർഫെക്ഷൻ അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 208 grams ആണ്. അപ്പോൾ വെയിറ്റ് ഇച്ചിരി കൂടിയ ഫോണാണ്, എന്നാലും വെയിറ്റ് ബാലൻസ് ഒക്കെ ഏറ്റവും നല്ലോണം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ, മെറ്റലിനകത്ത് നോക്കാൻ നേരത്ത് തന്നെ ഇപ്പോൾ മേളിലും താഴെ നോക്കാൻ നേരത്ത് നമുക്ക് ഫ്ലാറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ സൈഡിൽ നമുക്ക് ചെറിയൊരു മെറ്റൽ പോർഷനേ ഉള്ളൂ. പിന്നെ അത് കൂടാതെ ഇവിടെ വന്നേക്കുന്ന ഫ്രണ്ടും ബാക്കും ഗ്ലാസ് എന്ന് പറയുന്നത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ്. ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ചതിന് ശേഷം തന്നെ ഈ ഫോണിനകത്ത് അങ്ങനെ അധികം സ്ക്രാച്ച് ഒന്നും വീണിട്ടില്ല. പിന്നെ ഈ ക്യാമറ മോഡ്യൂൾ ഇത്രയും പുറത്തേക്ക് നിൽക്കുവാണെങ്കിൽ പോലും നമുക്ക് ഈ ക്യാമറ ലെൻസിനകത്തോ അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാമറയുടെ മുകളിൽ വന്നിരിക്കുന്ന ഗ്ലാസിനകത്ത് പോലും സ്ക്രാച്ച് ഒന്നും കാണാനില്ല. പിന്നെ അതിനോട് തന്നെ ഇതിൻ്റെ ബട്ടൺസ് എല്ലാം എപ്പോഴും നല്ലോണം വർക്ക് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് പോർട്ടായ USB-C കംപ്ലൈൻറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാണ്, S Pen ഈ വട്ടം മാറിയിട്ടുണ്ട്. സാധാരണ നമുക്ക് S Pen വരുന്ന റൈറ്റ് സൈഡിലാണെങ്കിൽ ഈ വട്ടം S Pen വന്നേക്കുന്ന ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ചിലപ്പോൾ ചിലവർക്കൊരു പ്രശ്നമായിട്ട് തോന്നാം, പക്ഷേ അത് വലിയൊരു കാര്യമൊന്നുമല്ല. പിന്നീട് ഒരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ഭയങ്കര വലിയൊരു ഫോൺ തന്നെയാണ്. നോട്ട് സീരീസ് എന്നും അങ്ങനെ തന്നെയായിരുന്നു. അത് നമുക്ക് ഇത്രയും വലിയൊരു ഫോണാകുമ്പം ഇതിനകത്തുള്ള ബാറ്ററിയും വലുതാവണം. ഇവിടുത്തെ ബാറ്ററിയും അത്യാവശ്യം വലിയൊരു ബാറ്ററിയാണ്, 4500 mAh ബാറ്ററിയാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു, ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇത്രയും വലുതായിട്ട് പോലും ബാറ്ററി ബാക്കപ്പ് കുറച്ച് മോശമായത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസറിൻ്റെ കാര്യം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്നൊക്കെ പറയുമ്പോൾ നല്ലോണം പവർ എടുക്കുന്ന ഡിസ്പ്ലേ ആണ്. പക്ഷേ അപ്പോൾ ആ കാരണം കൊണ്ടൊന്നും അല്ല, കാരണം സ്നാപ്ഡ്രാഗൺ വേരിയൻ്റെ ബാറ്ററി ബാക്കപ്പ് കേട്ടപ്പോൾ തന്നെ അതിനകത്ത് കുറച്ചും കൂടെ കൂടുതലാണ് നമുക്ക് ഈ എക്സിനോസ് കിട്ടുന്നതിനെ കാട്ടി. അപ്പോൾ ഇവിടെ എനിക്ക് ഈ എക്സിനോസ് യൂണിറ്റിനകത്ത് എനിക്ക് കിട്ടിയ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഒരു 5 മണിക്കൂറിലൊക്കെയാണ് സ്ക്രീൻ ഓൺ ടൈം വന്നത്. അത് മോശമാണ്, കാരണം 5 മണിക്കൂർ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ബാറ്ററിക്കകത്ത് വരുന്നത് ഒരു മോശമായ കാര്യമാണ്. ഇവിടെ സ്നാപ്ഡ്രാഗൺ ആയിരുന്നെങ്കിൽ ആ പ്രശ്നം വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാറ്ററി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ മോശമായത് ഈ ഫോണിനകത്ത് ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ടാണ്. പിന്നെ അത് ചാർജിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പല ചാർജിങ് മെത്തേഡുണ്ട്. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്, കൂടാതെ വയർലെസ് ചാർജിങ്, പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം തന്നെ ഉണ്ട്. പക്ഷേ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് 5G സപ്പോർട്ട് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ഫോണിനകത്ത് 5G സപ്പോർട്ട് ഉണ്ട്. Sub-6 5G ആണ് സപ്പോർട്ട് വരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഇന്ത്യയിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ഇന്ത്യയിൽ 5G ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അതുകൂടാതെ ഈ ഫോൺ ഡ്യുവൽ സിം സപ്പോർട്ട് വരുന്ന ഫോണാണ്. അതായത് നമുക്ക് ഡ്യുവൽ സിം ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു eSIM അല്ലെങ്കിൽ നാനോ സിം ഇടാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 നാനോ സിം ഇടാം. പക്ഷേ നിങ്ങൾ 2 നാനോ സിം ആണ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഹൈബ്രിഡ് സിം ട്രേ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് SD കാർഡ് ഇടാൻ പറ്റത്തില്ല.
വരത്തില്ല. SD കാർഡിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 256 GB ആണ് വരുന്നത്. അത് ശരിക്കും അത്യാവശ്യമുള്ള കണക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റോറേജിനകത്ത് അങ്ങനെ പ്രശ്നം വരാൻ സാധ്യതയും കുറവാണ്. പിന്നെ അവസാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അൺലോക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് ആണ്. അതുകൂടെ വരുന്ന ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഒരു അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അത് നമുക്ക് സാധാരണ സാംസങ്ങിൽ വരുന്ന സ്കാനേഴ്സിനെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു സ്കാനറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അൺലോക്കിംഗ് സ്പീഡും അൺലോക്കിംഗ് ആക്യുറസിയൊക്കെ കുറച്ചും കൂടെ ഫാസ്റ്റും കുറച്ചുകൂടെ ബെറ്ററും ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഗാലക്സി നോട്ട് 20 അൾട്രയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഈ ഫോണിനകത്ത് ശരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ പ്രൊസസ്സർ ഇങ്ങനെ ആക്കിയോണ്ട് തന്നെ നമുക്ക് ഈ 2 പ്രശ്നങ്ങൾ മാത്രം ഈ ഫോണിനകത്ത് വരികയും ചെയ്യും. അതും ഈ ഫോണിൻ്റെ പ്രൈസിങ് ഇത്രയും കൂടുതലല്ലായിരുന്നു. ഏതാണ്ട് ഒരു 80,000 റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രൊസസ്സർ എക്സിനോസ് ആണെങ്കിൽ പോലും ഈ ഫോൺ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം നമുക്ക് ആ പ്രൈസ് റേഞ്ചിൽ വരാൻ നേരത്ത് നമുക്ക് ഈ കിട്ടുന്ന ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ആ കാരണത്താൽ തന്നെ ഈ ഫോൺ എന്ന് പറയുന്നത് ഏറ്റവും മികച്ചൊരു എക്സ്പീരിയൻസ് തരുകയും ചെയ്യും. അത് നമുക്ക് നോട്ട് സീരീസ് അങ്ങനത്തെ ഫോൺ വേറൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ റൂമേഴ്സ് ഒക്കെ വെച്ചാണെങ്കിൽ അടുത്ത വർഷം നോട്ട് സീരീസ് കാണത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ അതൊരു മോശമായ കാര്യമായി മാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ നോട്ട് സീരീസ് എന്നും ഒരു യുണീക്കായ ഫോൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത വർഷം അഥവാ സാംസങ് ഒരു നോട്ട് സീരീസ് ഇറക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് ഇന്ത്യയിൽ ഇറക്കുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് തന്നെ ആവണം. അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ ഇങ്ങനെ പ്രൈസിങ് കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ സാംസങ് എല്ലാ വർഷവും ഇറക്കുന്ന രീതിയിലാണ് ഇറക്കാൻ പ്ലാൻ എങ്കിൽ അത് നമുക്ക് അടുത്ത വർഷം നോട്ട് സീരീസ് കിട്ടുവാണെങ്കിൽ അതിനകത്ത് എക്സിനോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രൈസിങ് ഇത്രയും കൂട്ടാതെ കുറച്ചും കൂടെ കുറയ്ക്കുന്ന രീതിയിലാണെങ്കിൽ നല്ലൊരു ഓപ്ഷനായി തന്നെ ആദ്യം തന്നെ വരികയും ചെയ്യും. ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അത് കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.